ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുവന്റെ ആത്മീക ജീവിതത്തിന്റെ വലിയ വിജയമാണ്. ഒന്ന്, നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. രണ്ട്, ദൈവം നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തണം. നിങ്ങൾ ഇന്ന് രാവിലെ വചനം കേൾക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങളെ ദൈവം ചേർത്ത് നിർത്തുമ്പോൾ നിങ്ങൾ ചേർന്ന് നിന്നിട്ടുണ്ടോ? മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഇതാണ്: കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവം പറയാം, നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സായില്ല. എങ്ങനെ ചേർക്കുന്ന? കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ ചേർത്ത് നിർത്താൻ ദൈവത്തിന് മനസ്സാ. അന്നും മനസ്സാ, ഇന്നും മനസ്സാ. നീ അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന്. ഒരു കോഴിക്കുഞ്ഞ്, ആ കോഴിയുടെ കീഴിൽ സംരക്ഷണ ഭിത്തികൾക്കകത്താണ്. ഒരു ദുഷ്ടശക്തികളും ആ ചിറകിന്റെ കീഴിൽ നിന്ന് ആ കോഴിക്കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ നിന്നെ ചേർത്ത് നിർത്താൻ ദൈവത്തിന് എത്ര വട്ടം മനസ്സായി. നിന്റെ പാപം, നിന്റെ പ്രവൃത്തി, നിന്റെ അരുതാത്ത വഴിയൊക്കെ ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയുന്നതാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാപിക്കുന്ന വിടുതലും ദൈവത്തിന്റെ നാമത്തെ അറിയുമ്പോൾ ലഭിക്കുന്ന ഉയർച്ചകളും അതിശ്രേഷ്ഠമാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നകന്നവർ, ആരാധനയിൽ നകന്നവർ, വിശുദ്ധ ജീവിതത്തിൽ നകന്നവർ, പ്രാർത്ഥനയിൽ നകന്നവരോട് ദൈവം പറയുക, ഇപ്പോഴും ഒരു കോഴി തന്റെ കുഞ്ഞിനു വേണ്ടി ചിറക് വിടർത്തി വെച്ചിരിക്കുന്ന പോലെ യേശു ചിറക് വിടർത്തി നിൽക്കുക. എന്തിനാ? വന്ന് നീ ചേരാൻ. ഇത് നിന്റെ ദിവസമാണ്, ഇത് നിന്റെ കുടുംബത്തിന്റെ ദിവസമാണ്. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞിനെ ചിറകടി ചേർക്കുന്ന പോലെ എത്ര വട്ടം ചേർക്കുവാൻ ദൈവത്തിന് മനസ്സായിട്ടും ചിലർക്ക് മനസ്സായില്ലല്ലോ. ഇന്നത്തെ പ്രാർത്ഥന അവർക്ക് മനസ്സ് വരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവത്തോട് ചേർന്ന് നിൽക്ക്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും.